എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് പുതിയൊരു ലഞ്ച് കോമ്പോൻ്റെ 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി കേട്ടോ, ലോങ് വീഡിയോ. ഇന്ന് മൂന്നാമത്തെ ഒരു സെക്ഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വറുത്തരച്ച സാമ്പാറും ചിക്കൻ ചുക്കയും ഒരു കാബേജ് തോരനും. ഇന്നത്തെ റെസിപ്പി ഇതാണ്. ചിക്കൻ ചുക്ക കുറച്ച് സമയം പിടിക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് ഇന്ന് അത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇന്ന് പക്ഷേ ഇത് നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ലഞ്ച് കോമ്പോൻ്റെ ഇതാണ് കാണിക്കുന്നത്. ഞാൻ റെസിപ്പി വീഡിയോ ആണ് ഇട്ടിട്ടത്. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കാണണം. ആദ്യം നമുക്ക് പിന്നെ വറുത്തരച്ചൊരു സാമ്പാർ, ചിക്കൻ ചുക്കയുണ്ട്, കാബേജ് തോരനുണ്ട്, പിന്നെ നമ്മുടെ ഉണക്കമുളകും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ നമുക്ക് വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാം. ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള പരിപ്പ്, 1 കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് മാറ്റുക. പിന്നെ നമ്മുടെ കുമ്പളങ്ങ, ചേന, അങ്ങനെ കുറച്ച് വേവ് അധികമുള്ള എല്ലാ പച്ചക്കറികളും ഇട്ടിട്ട് ഒറ്റൊരു വിസിലടിക്കുക. നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇടണം കേട്ടോ. ഒക്കെ ഇട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലടിക്കുക. ആ വിസിലടിച്ചിട്ട് ആണ് അത് ഒറ്റ വിസിൽ മതി കേട്ടോ. പരിപ്പൊക്കെ വെന്തോളും. അധികം അടിച്ചാൽ എല്ലാം കുഴഞ്ഞു മറിഞ്ഞു പോകും. അപ്പം നമുക്കൊരു കുറച്ച് പുളിയും കൂടി നമുക്ക് ഒരു വെള്ളത്തിൽ കുറച്ച് പുതിർത്ത് വെക്കണം. പിന്നെ നമുക്ക് തേങ്ങ വറുത്ത് അരക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ചെറിയ ഉള്ളി വേണം. അത് ഒന്ന് ഇതായിട്ടുണ്ട്, അത് നല്ലതാണ്, അത് ടേസ്റ്റാണല്ലോ. അപ്പോൾ സ്പ്രിങ് ഒനിയൻ പോലെ ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് ക്രഷ്ഡ് പിന്നെ ഇതാണ് ഇട്ടിട്ടുള്ളത്, മുളകാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് നമുക്ക് ഉലുവ വേണം. ഇത്രയേ വേണ്ടൂ. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, തേങ്ങ പിന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് മാത്രം തേങ്ങ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തേങ്ങ അധികം പിന്നെ ഫ്രൈ ചെയ്യണം, പക്ഷേ കരിഞ്ഞുപോറ് സിമ്മിലിട്ടിട്ട് തന്നെ നമുക്ക് ചെറിയ തീയിൽ തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ പറഞ്ഞാൽ തേങ്ങ കുറച്ച് നല്ലോണം മൂത്ത് ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ടേസ്റ്റ് കുറവായിരിക്കും, ഒരു കളർ പോലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നല്ലോണം ഒന്ന് ഫ്രൈയും ചെയ്യണം, പക്ഷേ കരിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ നല്ലോണം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതൊന്നും കൂടി ഒന്ന് വഴറ്റി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യണം. കാരണം അതിൻ്റെ പച്ചമണമൊക്കെ മാറില്ല. തേങ്ങ നല്ലോണം ഫ്രൈ ആയിട്ട് മാത്രമേ ഈ മസാലകൾ ഇടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോവേ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് പിന്നെ ഇതിന് ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് അടി കട്ടിയുള്ള ചീനച്ചട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ കുക്കറിൽ നമ്മൾ വിസിലടിച്ച് വെച്ചിട്ടില്ലേ, അതൊന്ന് എടുത്ത് തുറന്ന് നോക്കുക. ഒരു വിധമായിട്ടുണ്ട്. അപ്പം നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങ ഒരു പകുതി വേവാകുമ്പോൾ ഞാൻ വെണ്ടക്ക ഇടാറുള്ളൂ. വെണ്ടക്ക പിന്നെ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തിടുന്ന ഒരു പരിപാടിയൊന്നും നമുക്കില്ല കേട്ടോ. അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പിന്നെ അപ്പം മുരിങ്ങ നമുക്കിടാം. മുരിങ്ങ ഒന്ന് നല്ലോണം ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് വെണ്ടക്ക ഇടാം. അപ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് റെഡിയാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. പിന്നെ പിന്നെ കുക്കർ നല്ലോണം വെന്ത് വരുന്നുണ്ട്. നമ്മുടെ മുരിങ്ങ വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് വെണ്ടക്ക ഇടാം. പിന്നെ നമുക്ക് അതിന് ശേഷം നമ്മൾ ഒരു ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ചട്ടിയിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റല്ലേ. ഇത് മീൻ വെക്കുന്ന ചട്ടിയല്ല, പച്ചക്കറി വെക്കാൻ വേറെ തന്നെ ഒരു ചട്ടിയുണ്ട്. മീൻ വെക്കുന്ന ചട്ടിയിൽ ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പം പിന്നെ ഇനി ആവശ്യമുള്ള പുളിയൊക്കെ ഒഴിച്ച് നമുക്ക് നമ്മുടെ അരപ്പും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പുളി ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം. പുളി വേണമെങ്കിൽ മാത്രം പിന്നെ ഒഴിച്ചാൽ മതി. പുളിയൊക്കെ ഒരു ലിമിറ്റ് പുളിയാകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ്. പുളിയൊക്കെ അധികമായാൽ ടേസ്റ്റ് മാറിപ്പോകും, അതുകൊണ്ടാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. നല്ല മുഴുപ്പിട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നല്ല വെള്ളം പോലെയാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഒരു മീഡിയം ഇതായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, ഉപ്പിട്ടു. പിന്നെ കുറച്ച് പുളി കുറവായതുകൊണ്ട് ആ പുളിയും കൂടി ഞാനൊന്ന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ പിന്നെ ഒരു സാമ്പാറിനൊരു നമുക്കൊരു പിന്നെ സാമ്പാറൊന്ന് കടുക് പൊട്ടിച്ചിടണ്ടേ, അതിന് വേണ്ടിയിട്ട് താളിച്ചിടണം. അതിന് നമുക്ക് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഞാനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പിന്നെ നമ്മുടെ കായപ്പൊടി ഇടും.
പിന്നെ കുറച്ച് മുളക് പൊടി ഇടും. ഒന്ന് ഓഫാക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഓഫാക്കിയിട്ട് ഇട്ടില്ല കഴിഞ്ഞു പോകും. മുളക് പൊടി ഇട്ട് പിന്നെ നമ്മുടെ കുറച്ച് ക്രഷ്ഡ് പിന്നെ ഇത് നമ്മുടെ ഡ്രൈ ചില്ലി ഉണക്ക മുളകും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്ന് ഇതാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ചുവന്ന ഈ നമ്മുടെ മുളക് പൊടി ഇടുമ്പോൾ ഇല്ലേ വേറെ തന്നെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അത് കരിയാൻ പാടില്ല, പക്ഷെ അതിന് ഒരു ഒന്ന് ഞാൻ സിമ്മിലിട്ടിട്ടുള്ളത് ഓഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് താളിച്ചെടുക്കാം. അപ്പോൾ സാമ്പാർ റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉള്ളി വേണം, തക്കാളി, 2 പച്ചമുളക്, ഒരു ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുള്ള ഒരു പേസ്റ്റും കൂടി വേണം കേട്ടോ. അപ്പോൾ ചിക്കൻ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപ്പും മുളകും മഞ്ഞളും ഒരു 1.5 സ്പൂൺ തൈര് ഇട്ടിട്ട് നമുക്ക് പിന്നെ അത് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മാറ്റി വെച്ചാൽ നല്ലതാണ്. നല്ലോണം മസാല പിടിക്കും. ഞാൻ 10 മിനിറ്റേ മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ, അതിനുള്ള ടൈമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള പണി നോക്കാം. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. നല്ലോണം സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ, എന്നാലേ മാത്രമേ ഇത് ഫ്രൈ ആയി വരും. ഇത് ബിരിയാണിക്കൊക്കെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ എടുക്കത്തില്ലേ, അതുപോലെ കരിയാൻ പാടില്ലേ. കരിഞ്ഞാൽ പോയി അത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. കാരണം വെച്ചാൽ എണ്ണ ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് യൂസായി പോകില്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നെ എണ്ണ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്ത് കുറച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ അതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പേസ്റ്റ് അങ്ങോട്ടേക്ക് ഇടാം. അതൊന്ന് കുറച്ച് എണ്ണ കുറവാണെങ്കിൽ കുറച്ചൊന്ന് ഇട്ടിച്ച് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്കൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഈ മല്ലിപ്പൊടി ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിടണം. നമ്മൾ അതും ഇട്ടിട്ട് എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ എല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് പിന്നെ നല്ല ചട്ടി ആയതുകൊണ്ട് നല്ല കുറച്ച് കനം കൂടിയ ചട്ടിയാകുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് കൊട്ടാം. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ അതിൻ്റെ മേലെ ഇടാം. ഒട്ടും വെള്ളം ഇടണ്ട കേട്ടോ. എന്നാൽ നമുക്കൊന്ന് സിമ്മിൽ വേവിച്ചെടുക്കാം. കാരണം തൈരുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു വെള്ളം എന്തായാലും ഇതിനുണ്ടാവും. അപ്പോൾ കണ്ടോ, തക്കാളിയൊന്നും കാണാനേ ഇല്ല, പക്ഷേ വെന്തിട്ടുണ്ട് ചിക്കൻ. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയില്ലേ അതും അതിലേക്ക് മാറ്റും. അതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി നല്ലോണം ഒന്ന് ഇതാക്കി വരുമ്പം നമുക്ക് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടിയും ഒരു അര സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ കേട്ടോ, അല്ല ടീസ്പൂണ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടിയൊക്കെ വേണ്ടതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ കുറച്ച് ഗ്രേവി കിട്ടും കേട്ടോ. ഞാനത് എടുത്തിട്ടില്ല, കാരണം ഞാൻ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ചെയ്തില്ല. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ എന്തായാലും ഉണ്ടാക്കി വെക്കണേ. പിന്നെ നമുക്കൊരു കേബേജ് തോരൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മുളക് കൊണ്ടാട്ടം വറുത്ത് പോരുന്നുണ്ട്. ആ എണ്ണയിൽ തന്നെ ഞാൻ ഉണ്ടാക്കാനാണ്. കടുക് പൊട്ടിക്കുന്നു. പിന്നെ നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ കേബേജ് കട്ട് ചെയ്ത് ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അതതിലേക്ക് കൊട്ടുക. കുറച്ച് സിമ്മിൽ ഒരു 5 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ അതാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.